കോഴിക്കോട് ഇതാ വീണ്ടും പാമ്പുകടിയേറ്റിരിക്കുന്നെന്നുള്ള വാർത്തയാണ് വരുന്നത്. കോഴിക്കോട് 22-കാരനാണ് പാമ്പുകടിയേറ്റത്. പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാറിനാണ് പാമ്പുകടിയേറ്റത്. കോഴിക്കോട് നിന്ന് ദിലിഷ തിലകനുണ്ട് വിശദാംശങ്ങളുമായി. ദിലിഷ, ഇത് എങ്ങനെയാണ് ഈ പാമ്പുകടിയേറ്റത്? ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? 22-കാരനായ ഈ മുഹമ്മദ് അൻസാറിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എന്താണ്? രസ്ന, സൂര്യശ്രീ, ഇന്ന് പുലർച്ചയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. അതായത് കോഴിക്കോടിന്റെ മലയോര മേഖലയായിട്ടുള്ള താമരശ്ശേരി പൂനൂരിലാണ് 22-കാരന് പാമ്പുകടിയേറ്റത്. പൂനൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അൻസാറിനാണ് പാമ്പുകടിയേറ്റത്. വീട്ടില് കിടന്നുറങ്ങുകയായിരുന്നു. രാവിലെ ഉണർന്നപ്പോൾ കിടക്കയിൽ പാമ്പിനെ കണ്ടപ്പോഴാണ്, മാത്രമല്ല ശരീരത്തിൽ ചെറിയൊരു മുറിവും കാണുന്നു. അപ്പോഴാണ് പാമ്പുകടി ഏറ്റിട്ടുണ്ട് എന്ന് ഈ യുവാവ് തിരിച്ചറിയുന്നത്. ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഒരു ആശ്വാസ വാർത്തയാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നിലവിൽ ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഈ താമരശ്ശേരി എന്ന് പറഞ്ഞ മലയോര മേഖലയാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു 22-കാരിക്ക് താമരശ്ശേരിയിൽ നിന്ന് വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പാമ്പുകടി ഏറ്റിട്ടുണ്ടായിരുന്നു. ഈ യുവാവിന്റേതാണെങ്കിലും വീട്ടിലെ ജനല് തുറന്നിട്ടിരുന്നു. ഈ ജനല് വഴി പാമ്പ് അകത്ത് കയറിയതായിരിക്കാം എന്നാണ് വീട്ടുകാര് കരുതുന്നത്. എന്തായാലും ഈ പാമ്പുകടി ഏൽക്കുന്ന സംഭവങ്ങൾ ഒരു തുടർക്കഥയാവുകയാണ്. പ്രത്യേകിച്ച് മലയോരങ്ങളിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള പാമ്പുകടി ഏൽക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. മലയോര മേഖലകളിലുള്ളവർ കുറച്ചധികം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് രചന ഇത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.